GLPക്ക് മെയിൻ ആയിട്ട് 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് എക്കോലേലിയ. ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ എന്താണോ കേൾക്കുന്നത് ആ ഒരു ഫ്രേസ് ഹോളായിട്ട് പറയാനാണ് ട്രൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു കാറിന് അവർ ബിഗ് ബ്ലൂ കാർ എന്നാണ് കേട്ടിട്ടുള്ളതെങ്കിൽ അത് അങ്ങനെ തന്നെ വെനെവർ ദേ സീ എ കാർ അവർ ഇതേപോലെ ഈ ബ്ലൂ ബിഗ് കാർ എന്ന് പറയാനാണ് നോക്കുക. അതിലെ ഓരോ വാക്കുകളുടെ മീനിങ് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ്, ബിഗ് എന്ന് പറയുന്നതിൻ്റെ സൈസാണ്, അങ്ങനെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവർ ആ ഒരു ഹോൾ ഫ്രേസാണ് റിപ്പീറ്റ് ചെയ്യുക. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് മിറ്റിഗേറ്റഡ് ജെസ്റ്റാൾസ് എന്നാണ് പറയുക. ഈ സ്റ്റേജിൽ അവർ പതുക്കെ ആ ഒരു ഫ്രേസിനെ കട്ട് ഡൗൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ബ്ലൂ ബിഗ് കാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് അവർ പതുക്കെ അതിനെ ബിഗ് കാർ എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് കട്ട് ഡൗൺ ചെയ്ത് പറയാൻ തുടങ്ങും. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ സിംഗിൾ വേർഡ്സ് തന്നെ അവർ പറഞ്ഞു തുടങ്ങും. അതായത് ഓരോ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അവരിപ്പം കാറിനെ കാണുന്ന സമയത്ത് അതിനെ കാർന്ന് തന്നെ ലേബൽ ചെയ്യാൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും അവർ കുറച്ചും കൂടെ കൺവെൻഷണൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് തുടങ്ങും. അവർ അവരുടേതായ രീതിയിൽ വേർഡ്സുകളൊക്കെ ആഡ് ചെയ്ത് പുതിയ ഫ്രേസസും സെൻറ്റൻസും ഒക്കെ പറഞ്ഞ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഒന്ന് അവോയ്ഡ് ചെയ്യാം. അതിന് പകരം എപ്പോഴും അവർക്ക് ചോയ്സസ് കൊടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു ചോയ്സ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ മീനിങ്ലെസ്ലി എന്തെങ്കിലും കാര്യം നമ്മളോട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മുഴുവനായിട്ട് അങ്ങോട്ട് ഇഗ്നോർ ചെയ്യാതെ കുറച്ചതൊക്കെ അക്നോളജ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷനിലോട്ട് അത് കൊണ്ടുവരാൻ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറയുന്ന സെൻറ്റൻസുകളും ഫ്രേസസുകളൊക്കെ കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ അവർ പറയുന്ന ഫ്രേസസും വേർഡ്സും ഒക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കുറച്ചും കൂടെ എങ്ങനെയാണ് കൺവെൻഷനലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവർക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുക. ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അവർക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നീട് കുട്ടികൾ ഇതേപോലെ കമ്മ്യൂണിക്കേഷൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ അതൊരു നോർമൽ സിനാരിയോ ആണെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ട ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ. താങ്ക് യു ഫോർ വാച്ചിങ്.